വീഡിയോ എന്ന് പറഞ്ഞത് ഫുൾ ബോഡിയിൽ സൺ ടാൻ മാറ്റുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയൊരു പാക്കാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സൺ ടാൻ ഞാൻ എങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്തത്, അപ്പോൾ എത്ര ദിവസം എടുത്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പാക്ക് ഉണ്ടാക്കുന്ന മാത്രം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള കാര്യമായിരുന്നു സൺ ടാൻ. സോ അത് ഞാൻ എങ്ങനെയാണ് റിമൂവ് ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യവും കൂടെ നിങ്ങൾ കേൾക്കുക. അത് മാത്രമല്ല എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് മാത്രം കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ സൺ ടാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സൂര്യപ്രകാശമേറ്റ് കറുത്ത കരിവാളിക്കുക നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോണിൽ നിന്നും വ്യത്യാസം വരുന്നതാണ് സൺ ടാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സൺ ടാൻ വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സൺ ടാൻ വരാറുണ്ട്. ഏകദേശം എനിക്ക് കോളേജ് ടൈമിലും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സൺ ടാൻ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനമൊന്നും എനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ വലിയൊരു സംഭവമായിരുന്നു. ഈ സൺസ്ക്രീനൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ. തനി നാട്ടിൻപുറത്ത് വളർന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ മറ്റേ സ്വിച്ച് ഫോൺ പോലത്തെ സംഭവമായിരുന്നു. സോ എൻ്റെ കയ്യിൽ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ യൂട്യൂബ് പോലും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. യൂട്യൂബ് അപ്പം നിങ്ങൾ വിചാരിക്കും ഏതോ പട്ടിക്കാട്ടിലാണെന്ന്, എനിക്ക് കുറേ വയസ്സായതൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, ആക്ച്വലി എൻ്റെ ഫോണില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ 3G 2G ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കറങ്ങി അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും കാണാനൊന്നും അല്ല, ഇതൊന്നും എനിക്ക് MB അല്ലെങ്കിൽ ആ സമയത്തൊന്നും നമ്മൾ ഈ നെറ്റ് ചാർജ് ചെയ്യുമോ അങ്ങനെയൊന്നും നെറ്റ് പോലും ചാർജ് ചെയ്യാറില്ല. ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് ഞാൻ നെറ്റൊക്കെ ചാർജ് ചെയ്ത് ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ട് യൂട്യൂബൊക്കെ കൂടുതലും കാണാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ടാൻ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണ്ട ഡെഡിക്കേഷനാണ്. ഒറ്റ ദിവസം കൊണ്ട് വന്ന് സൺ ടാൻ മാറില്ല. ആക്ച്വലി എനിക്കിപ്പോഴും സൺ ടാൻ ഉണ്ട്. എൻ്റെ ഫേസിൽ നിറം എൻ്റെ കൈക്കില്ല. പലരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെൻ്റെ സൺ ടാൻ ആണ്, എൻ്റെ പിഗ്മെൻറ്റേഷനാണ്. അതെനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാച്ചുറൽ റെമഡീസ് ആണെങ്കിൽ നല്ല ടൈം എടുക്കും. നാച്ചുറൽ അല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഏകദേശം കുറച്ച് നാളുകൊണ്ട് നമുക്ക് മാറ്റാം. അതിനൊക്കെ നല്ല റേറ്റും കൂടിയാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് സൺസ്ക്രീൻ അതായത് സൺ ടാൻ മാറ്റുന്നതിന് പല റെമഡീസ് ഉണ്ട്. അത് പ്രൊഡക്റ്റ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ല നമുക്ക് ഒരു നാച്ചുറൽ റെമഡീസ് ആണെങ്കിൽ നല്ല ടൈം എടുക്കും. 1 ഇയറിൽ കൂടുതലൊക്കെ എടുക്കും. ആക്ച്വലി എനിക്കിപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അത് മാത്രമല്ല വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത്. 100%. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾ സൺ ടാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതല്ല ഞാൻ പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങളൊരു റെമഡി ആണ്, ഒരു ഹോം റെമഡി ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി ഗൈസ്. അടിപൊളി സംഭവമാണ്. ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും യൂസ് ചെയ്യണം. വളരെ സിമ്പിളാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. രാത്രി മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് കഴുകിക്കളയുക. ജസ്റ്റ് കഴുകിക്കളയുക. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. സൺ ടാൻ പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള മാത്രമേ നിങ്ങളുടെ കയ്യിലൊരു വഴിയുള്ളൂ. കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് എന്തായാലും ഇതേ ഒരു വഴിയുള്ളൂ. കാരണം കയ്യിൽ പൈസ ഉള്ളവർക്ക് നമുക്ക് എന്ത് റെമഡീസ് വേണമെന്ന് പോകാം. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാം. നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക് ട്രൈ ചെയ്യാം. ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ കയ്യിൽ പൈസ ഉള്ളവർക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് ഇതേ ഒരു വഴിയുള്ളൂ ഗൈസ്. അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോയത്. ആക്ച്വലി എൻ്റെ ഫേസിലാണ് എൻ്റെ സൺ ടാനൊക്കെ മാറി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് മുഖത്ത് പുട്ടിയടിച്ചാണെങ്കിൽ ഇരിക്കും. ആക്ച്വലി കയ്യിൽ വേറൊരു നിറം, മുഖത്ത് വേറൊരു നിറമാണ്. ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ ആക്ച്വലി സൺസ്ക്രീൻ യൂസ് ചെയ്യും. അതല്ലാതെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് ഇവളെന്തോ പുട്ടിയടിച്ച് വന്നിരിക്കണം. ആക്ച്വലി എൻ്റെ ഫേസിൽ ഒരു കളറും കൈക്ക് വേറൊരു കളറുമാണ്. അപ്പോൾ എല്ലാവരും കാണുന്ന സമയത്ത് മുഖത്ത് എന്തോ വാരി തേച്ചത് എനിക്ക് തോന്നാറുണ്ട്.
അപ്പോൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ സൺടാനായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന കസ്തൂരി മഞ്ഞളാണ്, മുഖത്ത് തേക്കുന്ന മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മുഖത്ത് തേക്കുന്ന മഞ്ഞൾ തന്നെ എടുക്കണം, വീട്ടിൽ കറിക്കൊന്നും എടുക്കല്. എന്നിട്ടൊരു പഴയ ഒരു പാത്രത്തിൽ ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാ മഞ്ഞളിനെക്കാളും ഒരുപാട് നമുക്ക് എഫക്റ്റ് തരുന്നൊരു സംഭവമാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സൺടാൻ ഒരുപാട് റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പുകഞ്ഞൊക്കെ വരും. അപ്പോൾ നിങ്ങളത് പേടിച്ചു പോകരുത്, നിങ്ങൾ കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു കളറിലാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ. നമ്മളിവിടെ 1 സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല. 1 സ്പൂൺ തേനാണ്. അപ്പോൾ തേനിന് നല്ല റേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ തേൻ എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 4 സ്പൂൺ അങ്ങാണ്ട് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ അളവനുസരിച്ചാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കൂടുതലുള്ളതായിരുന്നാലും പുളി കുറവുള്ളതായിരുന്നാലും നിങ്ങൾ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയെ അനുസരിച്ച്, അതായത് കസ്തൂരി മഞ്ഞളിനെ അനുസരിച്ച് വേണം നിങ്ങൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 3 സാധനം ഉണ്ടല്ലോ, സ്കിന്നിൽ നമ്മുടെ സൺടാൻ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന സാധനമാണ്. എസ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റുന്ന തേനാണ്. ഭയങ്കര എഫക്റ്റാണ് തേനെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കയ്യിലിട്ട് നോക്കുക, മറ്റേ കയ്യിൽ ഇടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മഞ്ഞളും അതുപോലെ തന്നെ തേനും ഭയങ്കരമായിട്ട് എഫക്റ്റാണ്. അതുപോലെ തന്നെ തൈരും നല്ലപോലെ എഫക്റ്റ് ചെയ്യും. ഇതിൽ 3 ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പകരമായിട്ട് ഒന്നും വെക്കാൻ നമുക്ക് പറ്റുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒന്നും വെക്കാൻ പറ്റില്ല. ഇത് തന്നെ ഇതേപോലെ തന്നെ യൂസ് ചെയ്യുക. വേറെ ഒരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ സൺടാൻ മാറില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ സൺടാൻ മാറ്റിയത് ഇങ്ങനെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ദിവസമൊന്നുമല്ല, ഏകദേശം ഒരു 6-7 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട്, സത്യം പറയാമല്ലോ, നല്ല റിസൾട്ട് ഉണ്ടാവും. എൻ്റെ സ്കിന്നിൽ ആ ചേഞ്ച് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാൻ ഫോട്ടോ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സൺടാൻ അടിച്ചിട്ടുള്ള സംഭവമായിരുന്നു എൻ്റെ. ഒരുപാടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കറുത്തിട്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുക. പിന്നെ എടുത്ത് പറയാനുള്ളത്, നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ മഞ്ഞൾപ്പൊടി തേച്ചിട്ട് കുറേ കറുത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറിയ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഈ സൂര്യപ്രകാശത്തെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മഞ്ഞൾപ്പൊടി തേക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ചതിന് ശേഷം കൃത്യമായിട്ടും തേക്കാനുള്ളതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ തേച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. സൺടാനാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന പാക്ക് കൊണ്ടൊന്നും ഒരു ഉപയോഗവും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു പാക്കാണിത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തുമാത്രം വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് ഓൾറെഡി സൺടാൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. പക്ഷേ സൺടാൻ നല്ലപോലെ ഉള്ള ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി സംഭവമാണ്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത്രയ്ക്കും നിങ്ങൾ സൺടാൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിലുപരി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ സൺടാൻ എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺടാൻ ആ പാക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനി കാണാതെ പോയിട്ടുള്ളതാണെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സൺടാൻ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺടാൻ വന്നിട്ട് ഈ പാക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ വ്യക്തമായിട്ടൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല.
അപ്പം നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചച്ചാ ബൈ ബൈ ഉമ്മ.